ഇളനീര് വെട്ടി പോലീസിന്റെ അടി. ബി.ജെ.പി കേസ് ഒതുക്കി. ആരോപണവുമായി സന്ദീപ് വാര്യർ. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പോലീസ് അതിക്രമ പരാതി സംസ്ഥാനത്ത് വ്യാപകമെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. കുന്നംകുളത്തെ ബി.ജെ.പി നേതാവ് മുരളിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ബി.ജെ.പി പ്രാദേശിക നേതാവ് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. ആദ്യഘട്ടത്തിൽ ബി.ജെ.പി കാണിച്ച ആവേശം പിന്നീടുണ്ടായില്ല. സുജിത്തിന് കിട്ടിയതിലും ക്രൂരമായ മർദ്ദനമാണ് മുരളിക്ക് നേരിടേണ്ടി വന്നതെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. 20 ലക്ഷം വാഗ്ദാനം ചെയ്തിട്ടും കോൺഗ്രസ് നേതാവ് വർഗീസും സുജിത്തും വഴങ്ങിയില്ല. ബി.ജെ.പി ഈ കേസ് പണം വാങ്ങി അട്ടിമറിച്ചു. ബി.ജെ.പി നേതൃത്വം 10 ലക്ഷം രൂപ വാങ്ങി കസ്റ്റഡി മർദ്ദന പരാതി ഒതുക്കി. മർദ്ദനമേറ്റ നേതാവിന് 10 ലക്ഷം രൂപ നൽകി പോലീസുകാർ പരാതി ഒതുക്കിയതായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പി കൗൺസിലർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് സന്ദീപ് വാര്യർ പുറത്തുവിട്ടത്. കുന്നംകുളത്തെ ബി.ജെ.പി നേതാവായ മുരളിയെ പോലീസ് ഇളനീർ വെട്ടി മർദ്ദിക്കുകയാണ് ചെയ്തതെന്നും പിന്നീട് 10 ലക്ഷം രൂപ വാങ്ങി കേസ് ബി.ജെ.പി അട്ടിമറിച്ചുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. ബി.ജെ.പി നേതാക്കൾ പണം വാങ്ങി കേസ് അട്ടിമറിച്ചുവെന്നാരോപിച്ച് ബി.ജെ.പിയുടെ കൗൺസിലർ തന്നെയാണ്. ബി.ജെ.പി നേതൃത്വം മറുപടി പറയണം. കുന്നംകുളം CI ഷാജഹാൻ ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഷാജഹാൻ ഉൾപ്പെടെ 5 പോലീസുകാർക്കെതിരെയുള്ള FIR ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി എന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. ബി.ജെ.പി കുന്നംകുളം മുനിസിപ്പൽ പ്രസിഡന്റായിരുന്നു മുരളി. കള്ളപ്പണ ഇടപാടാണ് നടന്നത്. ബി.ജെ.പി കൗൺസിലറെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. ബി.ജെ.പി സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. പോലീസുകാർക്കെതിരായ FIR ഹൈക്കോടതിയിൽ പോയി ഒത്തുതീർപ്പാക്കി ക്യാഷ് ചെയ്യുകയാണ് ചെയ്തതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനേറ്റ മർദ്ദനം വലിയ ചർച്ചയായതോടെയാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബി.ജെ.പി നേതാവിനെതിരായ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം മറ്റൊരു ബി.ജെ.പി കൗൺസിലർ ഉന്നയിച്ചത്. ബി.ജെ.പി മുൻ മുനിസിപ്പൽ പ്രസിഡന്റിനെ 2017 നവംബറിൽ പോലീസ് മർദ്ദിച്ച വിഷയമായിരുന്നു കൗൺസിലർ ബിനു ഉന്നയിച്ചത്. വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിലെ CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു. പോലീസുകാരെ ആക്രമിച്ചെന്ന കുറ്റം ചുമത്തി പിന്നീട് റിമാൻഡ് ചെയ്തു. ബി.ജെ.പി നേതാക്കളുടെ സഹായത്തോടെ നിയമ നടപടി തുടങ്ങി. ഇതോടെയാണ് കേസ് ഒതുക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചതെന്നും ബിനു പറയുന്നു.